എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നേന്ത്രപ്പഴം ബ്രെഡൊക്കെ വീട്ടിലുള്ള സമയത്ത് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. നമ്മളിത് ഉള്ളിൽ നല്ല ഫില്ലിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇതിലേക്ക് വേണ്ടുന്ന ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയം 2 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നേന്ത്രപ്പഴം ഒന്ന് വാടി വരുന്ന സമയത്ത് 1/2 കപ്പ് അളവ് തേങ്ങ ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയം നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് 2 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കളറിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു പീസ് ബ്രെഡ് ഇതുപോലെ ഒരു അടപ്പ് കൊണ്ടൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ആ ഒരു പീസ് ബ്രെഡിലേക്ക് കുറച്ച് ഫില്ലിങ്സ് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് വേറൊരു പീസ് ബ്രെഡ് ഇതുപോലെ ഇതിൻ്റെ മേലേക്കൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിലേക്ക് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് പീസ് വെച്ച് കൊടുക്കാം. ഒരുപാട് അങ്ങ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണ്ട, ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു സൈഡ് ഒന്നായി വരുന്ന സമയം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ക്രിസ്പി ആയി കിട്ടാനായിട്ട് ഇതുപോലെ 2 തവി കൊണ്ട് ഇതുപോലെ നാക്കി കൊടുത്ത് നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ക്രിസ്പി ആയി കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയും കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്താണെങ്കിലും നമുക്ക് അവർക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. നേന്ത്രപ്പഴമൊക്കെ കഴിക്കാത്ത മക്കളുണ്ടെങ്കിൽ ഇതുപോലൊന്ന് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുകയും ചെയ്യും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്